ഫ്രാഞ്ചൈസി ക്രിക്കറ്റിന് ലോകത്താകമാനം ജനപ്രീതി വർദ്ധിച്ചു വരികയാണ്. 2020 ക്രിക്കറ്റിനെ ജനപ്രിയമാക്കുന്നതിൽ IPLനൊപ്പം ഓസ്ട്രേലിയയിലെ ബിഗ് ബാഷും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇതിന്റെ ചൂട് പിടിച്ച ഇംഗ്ലണ്ട്, പാകിസ്ഥാൻ, ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് ലീഗുകൾ ആരംഭിച്ചു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെയും ചെൽസിയുടെയും ഉടമകൾ ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ നിക്ഷേപത്തിന് തയ്യാറെടുക്കുന്നുവെന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. ഇംഗ്ലണ്ടിലെ പ്രസിദ്ധമായ ഫ്രാഞ്ചൈസി ലീഗുകളിലൊന്നാണ് ദി 100. ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡ് നടത്തുന്ന 100 ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും പ്രധാന നഗരങ്ങളിലെ ടീമുകളാണ് പങ്കെടുക്കുന്നത്. 2.5 മണിക്കൂർ മാത്രമാണ് മത്സരം നീണ്ടു നിൽക്കുക. ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ഓരോ ടീമുകളുടെയും 49% ഓഹരികൾ വിറ്റഴിക്കാൻ അടുത്തിടെ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ് തീരുമാനിച്ചിരുന്നു. പിന്നാലെയാണ് പ്രമുഖ വ്യവസായികളും സ്ഥാപനങ്ങളും നിക്ഷേപത്തിന് താൽപ്പര്യം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നത്. ഇതിൽ നോർത്ത് ലണ്ടൻ ആസ്ഥാനമായുള്ള ലണ്ടൻ സ്പിരിറ്റ് ടീമിന്റെ ഓഹരികൾ സ്വന്തമാക്കാനാണ് ഫുട്ബോൾ ക്ലബ്ബുകളായ യുണൈറ്റഡും ചെൽസിയും മത്സരിക്കുന്നത്. ഓരോ ടീമിന്റെയും 51% ഓഹരികൾ അതത് ഹോസ്റ്റ് കൗണ്ടിയുടെ കൈവശമായിരിക്കും. ഭാവിയിൽ അവർക്ക് വേണമെങ്കിൽ വിറ്റഴിക്കാനാകും. 350 മില്യൺ പൗണ്ടാണ് ഓഹരി വിൽപ്പനയിലൂടെ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ് ലക്ഷ്യമിടുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ്.